ഹലോ ഫ്രണ്ട്സ്, ഞാൻ സിബി. PSC മാസ്റ്റർ ദ ഗേറ്റ്വേ ടു സക്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC 2019 കോട്ടയം, ആലപ്പുഴ ജില്ലകൾക്ക് വേണ്ടി നടത്തിയ VO പരീക്ഷയുടെ GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പരീക്ഷയുടെ GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അന്നത്തെ GK ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ 2020 LD ക്ലർക്കിന് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ നമ്മൾ ഇതിന് തൊട്ട് അടുത്ത വർഷങ്ങളിൽ PSC നടത്തി ഇതേ സിലബസ് നടത്തിയ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്ന് പറയുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി അഡ്മിറൽ വാൻഡ്രിഡ്. ഓപ്ഷൻ സി അഡ്മിറൽ വാൻഡ്രിഡ് ആണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത്. അഡ്മിറൽ വാൻഡ്രിഡ് എന്ന് പറയുന്നത് ഒരു ഡച്ച് ഗവർണർ ആയിരുന്നു. ഡച്ച് ഗവർണർ ആയിരുന്ന അഡ്മിറൽ വാൻഡ്രിഡ് ആണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞാൽ മലബാറിലെ ഔഷധ സസ്യങ്ങൾ, മലബാറിലെ ഗാർഡൻസ് എന്നാണ് ഇതിന്റെ മീനിങ്. അതായത് മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് ഈ ബുക്ക് പ്രസിദ്ധീകരിച്ചത്. 12 വോളിയൂംസ് ആയിട്ടാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. ഇത് എവിടെ നിന്നാണ്? ആംസ്റ്റർഡാമിൽ നിന്നാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇതിന്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ KS മണിലാലാണ്. മണിലാലാണ് ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തത്. നെക്സ്റ്റ് അതായത് ഇനി റോബർട്ട് ക്ലൈവ് ആരാണെന്ന ഓപ്ഷനുള്ള റോബർട്ട് ക്ലൈവ് എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ബ്രിട്ടീഷ് ഗവർണർ ഓഫ് ബംഗാൾ ആയിരുന്നു. റോബർട്ട് ക്ലൈവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? പ്ലാസി യുദ്ധം 1757 നടന്ന പ്ലാസി യുദ്ധം നടന്നത് റോബർട്ട് ക്ലൈവും സിറാജ് ദൗളയും തമ്മിലുള്ള ആയിരുന്നു പ്ലാസി യുദ്ധം നടന്നത്. അടുത്തത് ലോർഡ് കോൺവാലിസ് എന്ന് പറയുന്നത് ഇദ്ദേഹം ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നു. ഇദ്ദേഹമാണ് പെർമനന്റ് ലാൻഡ് സെറ്റിൽമെന്റ്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നത്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അഡ്മിറൽ വാൻഡ്രിഡ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം അത് ഡച്ച് ഗവർണർ ആയിരുന്നു. റോബർട്ട് ക്ലൈവ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നു. അദ്ദേഹമാണ് പിന്നെ സിറാജ് ദൗളയുമായി 1757 പ്ലാസി യുദ്ധം നടത്തിയത്. ലോർഡ് കോൺവാലിസ് ആണ് പെർമനന്റ് ലാൻഡ് സെറ്റിൽമെന്റ് കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ബി കീഴരിയൂർ ബോംബ് കേസ് ആണ്. കീഴരിയൂർ ബോംബ് കേസ് ആണ് കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം. ഇനി മലബാർ കലാപം നടന്നത് എന്നാണ്. മലബാർ ലഹള നടന്നത് 1921 മലബാർ ലഹള നടന്നത്. പുന്നപ്ര വയലാർ സമരം 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. അടുത്ത ക്വസ്റ്റ്യൻ, ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി ആരാണ്? ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി, അതാണ് ക്വസ്റ്റ്യൻ. അക്ബർ ആണ്. ഓപ്ഷൻ സി അക്ബർ ആണ് ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി. മുഗൾ ഭരണകാലത്ത് മുസ്ലിങ്ങൾ അല്ലാത്തവർ നൽകേണ്ടിയിരുന്ന ഒരു നികുതിയായിരുന്നു ജസിയ. അത് നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരിയാണ് അക്ബർ. എന്നാൽ ഈ നികുതി വീണ്ടും പുനഃസ്ഥാപിച്ചത് ആരാണ്? ഔറംഗസീബാണ് ഈ നികുതി വീണ്ടും പുനഃസ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഔറംഗസീബാണ്. ഷാജഹാൻ എല്ലാവർക്കും അറിയാം. നമ്മുടെ താജ്മഹൽ നിർമ്മിച്ചു. റെഡ് ഫോർട്ട് നിർമ്മിച്ചതും താജ്മഹൽ നിർമ്മിച്ചതല്ല ഷാജഹാൻ ആണ്. ജഹാംഗീർ സലീം രാജകുമാരൻ എന്നും അറിയപ്പെട്ടിരുന്ന ആളാണ് ജഹാംഗീർ. ഒരു മുഗൾ ചക്രവർത്തി, മുഗൾ രാജാവായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ് ആര്? ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ് ഓപ്ഷൻ ബി ഹോമി ജെ ഭാഭയാണ് ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. എന്നാൽ APJ അബ്ദുൽ കലാം ആരായിരുന്നു? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആണ് APJ അബ്ദുൽ കലാം എന്ന് പറയുന്നത്. വിക്രം സാരാഭായി ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് ടെക്നോളജി. ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ആരാണ്? വിക്രം സാരാഭായി. അടുത്ത ക്വസ്റ്റ്യൻ, കോണ്ടിനെന്റൽ സമ്മേളനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോണ്ടിനെന്റൽ സമ്മേളനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി അമേരിക്കൻ വിപ്ലവം. അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് കോണ്ടിനെന്റൽ
സമ്മേളനം. അടുത്ത ക്വസ്റ്റ്യൻ, ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശില ഏതാണ്? ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശിലയാണ് ആൻസർ ഓപ്ഷൻ സി ആഗ്നേയശില. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് ഓപ്ഷൻ സി ഹാർമറ്റൺ എന്നുള്ളതാണ് ഡോക്ടർ എന്നറിയപ്പെട്ടിരുന്ന പ്രാദേശികവാദം. ഇത് വെസ്റ്റ് ആഫ്രിക്കയിൽ വീശിയിരുന്ന ഡ്രൈ ആയിട്ടുള്ള ഒരു വിൻഡാണ്. ഇതിന്റെ പേരാണ് ഹാർമറ്റൺ. ഇത് ഡോക്ടർ വിൻഡ് എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, GPS എന്ന ഗതിനിർണയ ഉപഗ്രഹ സംവിധാനം കൊണ്ടുവന്ന രാജ്യം? GPS എന്ന ഗതിനിർണയ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന ഗതിനിർണയ ഉപഗ്രഹ സംവിധാനം കൊണ്ടുവന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി USA ആണ് GPS എന്ന ഗതിനിർണയ ഉപഗ്രഹ സംവിധാനം കൊണ്ടുവന്ന രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ, ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം സൂചിപ്പിക്കുന്ന അടയാളം ഏത്? ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം സൂചിപ്പിക്കുന്ന അടയാളം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കോണ്ടൂർ രേഖ. കോണ്ടൂർ രേഖയാണ് ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം സൂചിപ്പിക്കുന്ന അടയാളം. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആഗോളതാപനവുമായി ബന്ധപ്പെട്ട വാതകം. ഇതിന് കറക്റ്റ് ആൻസർ ഇല്ല. ഇത് PSC ഡിലീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, കോറമാൻഡൽ തീരം ഇന്ത്യയിലെ ഏത് തീരദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോറമാൻഡൽ തീരം ഇന്ത്യയിലെ ഏത് തീരദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ കിഴക്കൻ തീരമേഖല, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനുമായി ബന്ധപ്പെട്ടതാണ് കോറമാൻഡൽ തീരം. ഓക്കെ, കോറമാൻഡൽ തീരം എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യൻ ഏത് തീരം? കിഴക്കൻ തീരമേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പടിഞ്ഞാറൻ തീരമേഖലയുമായി ബന്ധപ്പെട്ടതാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനുമായി ബന്ധപ്പെട്ടതാണ് മലബാർ തീരം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോറമാൻഡൽ തീരം, കോറമാൻഡൽ കോസ്റ്റ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടന ഏതാണ്? കിസാൻ മസ്ദൂർ സംഘടനാണ്. കിസാൻ മസ്ദൂർ സംഘടനാണ് വിവരാവകാശ നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടന. ഇതുമായി ബന്ധപ്പെട്ട് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ കേരള PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ് എന്നൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ കിസാൻ മസ്ദൂർ സംഘടനയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ആ ക്ലാസ് കേൾക്കുക. സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സേവന അവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്നത്? സേവന അവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് എന്നാണ്? 2012 നവംബർ 1. 2012 നവംബർ 1 സേവന അവകാശ നിയമം നിലവിൽ വന്നത്. റൈറ്റ് ടു സർവീസസ് നിലവിൽ വന്നത് 2012 നവംബർ 1. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ശ്യാംചരൺ നെഗിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ. 1951 ഇന്ത്യയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വോട്ടെടുപ്പ് നടത്തുന്നത്. ആദ്യമായിട്ട് വോട്ട് ചെയ്ത ആളാരാണെന്ന് ചോദിച്ചാൽ ശ്യാംചരൺ നെഗിയാണ്. ഇദ്ദേഹം ഹിമാചൽ പ്രദേശ് സ്വദേശിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ ദിനം. ദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ്. ആൻസർ ഓപ്ഷൻ എ ഡിസംബർ 10 ആണ്. എന്തുകൊണ്ടാണ് ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്? 1948 ഡിസംബർ 10 യുണൈറ്റഡ് നേഷൻസ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിക്കുന്നത്. UN has adopted the Universal Declaration of Human Rights in this day 1948 ഡിസംബർ 10. അതുകൊണ്ടാണ് നമ്മൾ ദേശീയ മനുഷ്യാവകാശ ദിനമായി ഡിസംബർ 10 ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ മനുഷ്യാവകാശ കമ്മീഷണർ. ഇന്ത്യയിലെ ആദ്യ മനുഷ്യാവകാശ കമ്മീഷണർ ആരായിരുന്നു? ഓപ്ഷൻ ബി രംഗനാഥ് മിശ്രയാണ് ഇന്ത്യയിലെ ആദ്യ മനുഷ്യാവകാശ കമ്മീഷണർ. എന്നാൽ ഇപ്പോഴത്തെ 2020 ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ HL ദത്തു ആണ്. HL ദത്തു ആണ് മനുഷ്യാവകാശ കമ്മീഷണർ ഇപ്പോഴത്തെ. അടുത്ത ക്വസ്റ്റ്യൻ 37, GST നിലവിൽ വന്നത് എപ്പോൾ? GST നിലവിൽ വന്നത് എപ്പോഴാണ്? 2017 ജൂലൈ 1 GST നിലവിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സസ് നിലവിൽ വന്നത് 2017 ജൂലൈ 1. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നത് പ്രത്യക്ഷ നികുതി ഏതാണ്? ഇതിനും ഓപ്ഷൻ ആൻസർ ഇല്ലാത്തത് കൊണ്ട് PSC ഡിലീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ടാക്സിനെ കുറിച്ചും പ്രത്യക്ഷ നികുതി പരോക്ഷ നികുതിയെ കുറിച്ച് കേരള PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ് എന്ന കോഴ്സിൽ വിശദമായി പറയുന്നുണ്ട്. അത് നോക്കുക.
ഓർക്കുക. പിന്നെ പ്രത്യക്ഷ നികുതി, അതായത് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും അങ്ങനെ 2 ടൈപ്പ് ഓഫ് ടാക്സ് ഉണ്ട്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ക്യാഷ് എടുത്ത് കൊടുക്കുന്ന ആ ഒരു ടാക്സ്, അങ്ങനെ അടയ്ക്കുന്ന നികുതിയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പേഴ്സൺ കളക്ട് ചെയ്തിട്ട് ആ ടാക്സ് എന്ത് ചെയ്യും, കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് നേരെ ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന ടാക്സ് ആണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാക്സിനെ കുറിച്ച് അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്, അത് കേൾക്കുക. അപ്പൊ ഇതില് എന്താണ് ആദായ നികുതി എന്ന് പറയുന്നത് പ്രത്യക്ഷ നികുതി ഡയറക്റ്റ് ടാക്സ് ആണ്. പക്ഷെ അത് കമ്പനി ആദായ നികുതി എന്നുള്ളത് കൊണ്ടായിരിക്കാം ഫീസ് ഡിലീറ്റ് ചെയ്തത്. ബാക്കിയെല്ലാം തന്നെ ഇൻഡയറക്റ്റ് ടാക്സസ് ആണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ 5 ഇയർ പ്ലാൻസിന് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 1951 ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇപ്പോ നമുക്ക് പഞ്ചവത്സര പദ്ധതി ഇല്ല. 2012-17 വരെ ഉണ്ടായിരുന്ന 12ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. അതിന് പകരം പുതിയൊരു സംവിധാനം വന്നു. അതിനെക്കുറിച്ച് അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ പഞ്ചവത്സര പദ്ധതി 5 ഇയർ പ്ലാൻ 1951 വന്നത്. 5 വർഷത്തേക്ക് നിലവിൽ വന്നു. ജവഹർലാൽ നെഹ്റു ആണ് ഇത് കൊണ്ടുവന്നത്. പിന്നീട് എന്തൊക്കെയാണ്? കൃഷിയാണ്. 1ാം പഞ്ചവത്സര പദ്ധതി കൃഷിയാണ് കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത്. 1ാം പഞ്ചവത്സര പദ്ധതി പ്രോത്സാഹിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ കൃഷിയാണ് പ്രോത്സാഹിപ്പിച്ചത്. ഹരോൾഡ് ഡാമർ മോഡൽ എന്നാണ് 1ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടിരുന്നത്. കുറെ ഡാംസ് ഒക്കെ ഉണ്ടാക്കി ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ജലസേചനത്തിന്, കൃഷിക്ക് ഊന്നൽ നൽകിയത് കൊണ്ട് തന്നെ ജലസേചനത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഡാമുകളെല്ലാം ഈ 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കൊണ്ടുവന്നത്. 2ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് മഹലനോബിസ് പ്ലാൻ എന്നറിയപ്പെടുന്നു. വ്യവസായത്തിന് കൂടുതൽ ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ആയിരുന്നു 2ാം പഞ്ചവത്സര പദ്ധതി. ഇപ്പോ പഞ്ചവത്സര പദ്ധതി 5 ഇയർ പ്ലാൻസ് ഇല്ല ഇന്ത്യയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ആസൂത്രണ കമ്മീഷന് പകരം പ്ലാനിംഗ് കമ്മീഷന് പകരമായി ഇന്ത്യയിൽ നിലവിലുള്ള സംവിധാനം എന്താണ്? പ്ലാനിംഗ് കമ്മീഷന് പകരമായി ഇന്ത്യയിൽ നിലവിലുള്ള സംവിധാനം എന്താണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി നീതി ആയോഗ് ആണ്. നീതി ആയോഗ് ആണ് ആസൂത്രണ കമ്മീഷന് പകരം ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള സംവിധാനം. പ്ലാനിംഗ് കമ്മീഷൻ എന്നാണ് ഫോം ചെയ്തതെന്ന് ചോദിച്ചാൽ 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യയിൽ രൂപം കൊണ്ടത്. നീതി ആയോഗ് ആണ് 2012-17 നിലവിൽ വന്ന 12ാം പഞ്ചവത്സര പദ്ധതി. അത് 2015 ബ്രേക്ക് ചെയ്തിട്ട് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. അപ്പോൾ അതിന് പകരമുള്ള പഞ്ചവത്സര പദ്ധതിക്ക് പകരം ആസൂത്രണ കമ്മീഷന് പകരമാണ് ഇപ്പൊ നീതി ആയോഗ് എന്ന് പറയുന്ന ഉള്ളത്. 2015 ജനുവരി 1 നിലവിൽ വന്നത്. ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഇന്ത്യയിലെ നീതി ആയോഗിലെ തലവൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ഹെഡ് ആയിട്ടുള്ള ഒരു സമിതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വരുമാനം എത്ര മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ വരുമാനം എത്ര മേഖലകൾ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ 3 മേഖലയാണ്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിങ്ങനെ 3 മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷറി സെക്ടർ. അങ്ങനെ 3 സെക്ടറുകളിലായിട്ട് ദേശീയ വരുമാനം ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത്, സാർസ് രോഗം ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്നതാണ്? സാർസ് രോഗം ബാധിക്കുന്നത് ഓപ്ഷൻ ബി ശ്വാസകോശത്തെ ആണ്. ഒരു വൈറസ് രോഗമാണ് സാർസ് രോഗം. കൊറോണ രൂപത്തിൽപ്പെട്ട വൈറസ് തന്നെയാണ് സാർസും പരത്തുന്നത്. ഓപ്ഷൻ ബി ശ്വാസകോശത്തെയാണ് സാർസ് രോഗം ബാധിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എലിയുടെ ശരീരത്തിലെ ക്രോമസോമുകൾ എത്ര? എലിയുടെ ശരീരത്തിലെ ക്രോമസോമുകൾ 42. ഓപ്ഷൻ എ 42 ആണ് എലിയുടെ ശരീരത്തിലെ ക്രോമസോമുകൾ. 46 ആരുടെയാണ്? മനുഷ്യന്റെ ആണ് 46 ക്രോമസോം നമ്പർ. അടുത്തത്, മണ്ണില്ലാ കൃഷി എന്നറിയപ്പെടുന്ന നൂതന കൃഷി രീതി ഏതാണ്? മണ്ണില്ലാ കൃഷി എന്നറിയപ്പെടുന്ന നൂതന കൃഷി രീതി ഏതാണ് എന്ന് ചോദിച്ചാൽ ഹൈഡ്രോപോണിക്സ് ആണ്. ഓപ്ഷൻ ഡി ഹൈഡ്രോപോണിക്സ് ആണ് ആൻസർ. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി കരളാണ്. കരളാണ് പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം എന്ന് പറയുന്നത്. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ തമിഴ്നാടാണ് ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ തമിഴ്നാട്. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലവണം ഏതാണ്? വളരെ ഈസിയാണ്. ഓപ്ഷൻ ഡി സോഡിയം ക്ലോറൈഡ്, ഉപ്പ്.
സോഡിയം ക്ലോറൈഡ് ഉപ്പിന്റെ ശാസ്ത്രനാമമാണ് സോഡിയം ക്ലോറൈഡ് ആണ്. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലവണം. ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണ്? ഓപ്ഷൻ സി ബിസ്മത്ത് ആണ്. ഈ തന്നിരിക്കുന്നതിൽ ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹം എന്ന് പറയുന്നത് ബിസ്മത്ത് ആണ്. ബിസ്മത്തിനാണ് ചാലകശേഷി ഏറ്റവും കുറവ്. ലോ ആർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഈ തന്നതിൽ ബിസ്മത്ത് ആണ് ഏറ്റവും ചാലകശേഷി കുറഞ്ഞ ലോഹം എന്ന് പറയുന്നത്. അടുത്തത് കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹം. കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹം ഓപ്ഷൻ എ സോഡിയം ആണ്. സോഡിയവും പൊട്ടാസ്യവും മൃദുലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹമാണ് സോഡിയം. ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ മധുരം ഏതാണ്? ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ മധുരം ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി സാക്കറിൻ ആണ് ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ മധുരം. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ആര്? ആറ്റത്തിന്റെ സോളാർ മോഡൽ ഓഫ് ആറ്റം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആരാണ്? ഓപ്ഷൻ സി റൂദർഫോർഡ് ആണ്. ഏർണസ്റ്റ് റൂദർഫോർഡ് ആണ് ആറ്റത്തിന്റെ സോളാർ മോഡൽ അവതരിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ്? ഓപ്ഷൻ ബി പ്രിന്റർ ആണ്. നമുക്ക് ഔട്ട്പുട്ട് വ്യൂ ചെയ്യാൻ പറ്റുന്ന, ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുന്ന ഹാർഡ് കോപ്പി ഡിവൈസ് ആണ് പ്രിന്റർ എന്ന് പറയുന്നത്. പ്രിന്ററും മോണിറ്ററും ഒക്കെ നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസ് ഉദാഹരണമാണ്. ബാക്കിയെല്ലാം തന്നെ ഇൻപുട്ട് ഡിവൈസസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറിലെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ഭാഗം. കമ്പ്യൂട്ടറിലെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് CPU ആണ്. നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് പോലെ കമ്പ്യൂട്ടറിന്റെ അരിത്തമെറ്റിക് ലോജിക് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് CPU, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. താഴെ പറയുന്നവർ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത്, ഫ്രീ സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഫ്രീ സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ലിനക്സ് ആണ് ഫ്രീ സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത്. എന്താണ് ഈ ഫ്രീ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത? ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂസേഴ്സിന് ഈ സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഫ്രീ ആയിട്ട് നമുക്ക് കോപ്പി ചെയ്യാനും അതിനെ യൂസ് ചെയ്യാനും നമുക്ക് അതിന്റെ കോഡ് എഡിറ്റ് ചെയ്യാനും എല്ലാം നമുക്ക് പെർമിഷൻ തരുന്ന സോഫ്റ്റ്വെയർ ആണ് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്നതിൽ ലിനക്സ് ആണ് ഫ്രീ സോഫ്റ്റ്വെയർ. ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്ത് നിന്നാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തു നിന്നാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയം ഉൾപ്പെടുത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയിലെ മൗലിക ചുമതലകൾ എന്നത് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൗലിക ചുമതലകൾ എന്നത് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. മൗലിക അവകാശങ്ങൾ 6 എണ്ണമാണ്. മൗലിക ചുമതലകൾ 11. മൗലിക ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആർട്ടിക്കിൾ 51A മൗലിക ചുമതലകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ റിലേറ്റഡ് ടു ആർട്ടിക്കിൾ 51A. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് 32ാം വകുപ്പിനെ വിശേഷിപ്പിച്ചത് ആരാണ്? 32ാം വകുപ്പിനെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഓപ്ഷൻ ബി BR അംബേദ്കർ ആണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആർട്ടിക്കിൾ 32നെ വിശേഷിപ്പിച്ചത് BR അംബേദ്കർ ആണ്. നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആണ് BR അംബേദ്കർ. ജവഹർലാൽ നെഹ്റു ആണ് ആമുഖത്തിന്റെ ശില്പി. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. ഇദ്ദേഹം അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെങ്കിൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പെർമനന്റ് സ്ഥിരം അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വത്തവകാശം മൗലിക അവകാശത്തിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? സ്വത്തവകാശം മൗലിക അവകാശത്തിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ സി 44ാം ഭേദഗതി, 44th അമെൻമെന്റ് ആണ് സ്വത്തവകാശം, റൈറ്റ് ടു പ്രോപ്പർട്ടി നമ്മുടെ മൗലിക അവകാശത്തിൽ നിന്ന് നീക്കം ചെയ്തത്. ഞാൻ പറഞ്ഞു നമുക്ക് 6 മൗലിക അവകാശങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. 44ാം ഭരണഘടനാ ഭേദഗതി 1978 വരുന്നതിന് മുമ്പ് 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു, റൈറ്റ് ടു പ്രോപ്പർട്ടി. പക്ഷെ 1978 1978 44th അമെൻമെന്റിലൂടെ ഇത് നീക്കം ചെയ്തു.
44th അമെന്റ്മെന്റിലൂടെ നമുക്ക് സ്വത്തവകാശം മൗലിക അവകാശത്തിൽ നിന്ന് നീക്കം ചെയ്തു. പിന്നെയോ ഇപ്പോൾ അത് എന്താണ്? അതൊരു ലീഗൽ റൈറ്റ് മാത്രമാണ്. നമുക്ക് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ ലീഗൽ റൈറ്റ് മാത്രമാണ്. 1978 ഇത് നീക്കം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രത്യേക ഭരണഘടനാ പദവി നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പ്രത്യേക ഭരണഘടനാ പദവി നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ബി നാഗാലാൻഡ് ആണ് അതിന്റെ ആൻസർ. നാഗാലാൻഡ് ആണ് ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടനാ പദവി നിലനിൽക്കുന്ന സംസ്ഥാനം. കോൺസ്റ്റിറ്റ്യൂഷൻ സ്പെഷ്യൽ റൈറ്റ് നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ നാഗാലാൻഡ് ആണ്. 2019 നമ്മുടെ ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്ന പ്രത്യേക പദവി എടുത്തു കളയുകയും അതിന് എന്താണ് നമുക്ക് യൂണിയൻ ടെറിട്ടറീസ് ആക്കി മാറ്റുകയും ചെയ്തു. ഞാനൊരു പ്രത്യേക ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ വിശദമായി ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയേണ്ടവർ ആ ക്ലാസ് കേൾക്കുക. ഇപ്പോൾ ഞാൻ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ പ്രത്യേക പദവി ഉള്ളത് നാഗാലാൻഡിന് മാത്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് മത്സരങ്ങൾ 2019 നടന്നത് എവിടെ വെച്ചാണ്? ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് മത്സരങ്ങൾ 2019 നടന്നത് എവിടെ വെച്ചാണ്? ഇംഗ്ലണ്ടിൽ വെച്ചാണ് 2019 ICC വേൾഡ് കപ്പ് മത്സരങ്ങൾ നടന്നത്. അപ്പോ ഈ മത്സരത്തിൽ ആരാണ് വിൻ ചെയ്തത്? ഇംഗ്ലണ്ട് ആയിരുന്നു വിൻ ചെയ്തത്. ന്യൂസിലാൻഡ് ആയിരുന്നു റണ്ണേഴ്സ് അപ്പ്. അപ്പോൾ ഇംഗ്ലണ്ടിലും വെയിൽസിലുമാണ് ഇത് നടന്നത്. ഇതിൽ വിൻ ചെയ്തത് ഇംഗ്ലണ്ട് ആണ്. ഇതില് റണ്ണേഴ്സ് അപ്പ് ആരാണെന്ന് ചോദിച്ചാൽ ന്യൂസിലാൻഡ് ആണ് ഇതിന്റെ റണ്ണേഴ്സ് അപ്പ് ആയിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരാണ്? റിസർവ് ബാങ്ക് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ശക്തികാന്ത ദാസ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ജനറൽ. അപ്പോൾ ഒഡീഷക്കാരനായ ശക്തികാന്ത ദാസ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, 2018 ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് നേടിയ രാജ്യം. 2018 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ നേടിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസ് ആണ് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ നേടിയത്. അതിന്റെ റണ്ണറപ്പ് ആരായിരുന്നു? ക്രൊയേഷ്യ ആയിരുന്നു അതിന്റെ റണ്ണേഴ്സ് അപ്പ് ആയിരുന്നത്. അത് എവിടെ വെച്ചാണ് നടന്നത്? റഷ്യ ആയിരുന്നു അതിന്റെ വെന്യൂ. 2018 ഫിഫ വേൾഡ് കപ്പ് നടന്നത് റഷ്യയിൽ വെച്ചായിരുന്നു. ഫ്രാൻസ് ആണ് വിജയിച്ചത്. ക്രൊയേഷ്യ റണ്ണേഴ്സ് അപ്പ് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, നിപ്പ വൈറസ് കേരളത്തിൽ ആദ്യമായി കാണപ്പെട്ട ജില്ല. നിപ്പ വൈറസ് കേരളത്തിൽ ആദ്യമായി കാണപ്പെട്ട ജില്ലയാണ് ഓപ്ഷൻ എ കോഴിക്കോട്. കോഴിക്കോടാണ് നിപ്പ വൈറസ് കേരളത്തിൽ ആദ്യമായി കാണപ്പെട്ട ജില്ല. നമ്മൾ നിപ്പ വൈറസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു വ്യക്തിത്വമാണ് ലിനി പുതുശ്ശേരി. നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടു പോയ ഒരു ആരോഗ്യ പ്രവർത്തകയാണ് ലിനി പുതുശ്ശേരി. നിപ്പ വൈറസ് കോഴിക്കോടാണ് ആദ്യമായി കാണപ്പെട്ടത്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ വ്യക്തി. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ വ്യക്തി ആരാണ്? KM മാണിയാണ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ വ്യക്തി. അടുത്ത ക്വസ്റ്റ്യൻ, യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപം ഏതാണ്? യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ കലാരൂപം ഏതാണെന്ന് ചോദിച്ചാൽ കൂടിയാട്ടമാണ്. പ്രശസ്തയായ കൂടിയാട്ട നർത്തകി ആരായിരുന്നു? മാർഗി സതി. കേരളത്തിലെ പ്രശസ്തയായ ഒരു കൂടിയാട്ടം കലാകാരിയായിരുന്നു മാർഗി സതി. യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപമാണ് കൂടിയാട്ടം. അടുത്ത ക്വസ്റ്റ്യൻ, 2018 വയലാർ അവാർഡ് നേടിയ കൃതി. 2018 വയലാർ അവാർഡ് നേടിയ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഉഷ്ണരാശിയാണ്. ഇത് എഴുതിയത് KV മോഹൻകുമാർ ആണ് ഉഷ്ണരാശി എഴുതിയത്. അപ്പോ 2019 ആർക്കാണ് വയലാർ അവാർഡ് നേടിക്കിട്ടിയത്? VJ ജെയിംസിന്റെ നിരീശ്വരൻ എന്ന കൃതിക്കാണ് 2019 വയലാർ അവാർഡ് ലഭിച്ചത്. അപ്പോൾ ആദ്യത്തെ വയലാർ അവാർഡ് ആർക്കായിരുന്നു? ലളിതാംബിക അന്തർജനമാണ് ആദ്യ വയലാർ അവാർഡ് ജേതാവ് 1977. അടുത്ത ക്വസ്റ്റ്യൻ, ഇറാനി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ ഇറാനി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇറാനി ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഏതാണ് എന്റെ ആൻസർ? ഏതാണ്? ഷൈനി വിൽസൺ ആണ് ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത. അതേസമയം PT ഉഷയ്ക്ക് എന്താണ് പ്രത്യേകത ഉള്ളത്? PT ഉഷയാണ് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത.
ഒളിമ്പിക്സ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് PT ഉഷ. ഓക്കെ, അപ്പോ കർണ മല്ലേശ്വരി എന്തായിരുന്നു? ഫസ്റ്റ് ഒളിമ്പിക് മെഡൽ വിന്നർ. നമ്മുടെ ആദ്യമായ ഒരു ഇന്ത്യൻ വുമൺ ഒളിമ്പിക്സ് മെഡൽ നേടിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ കർണ മല്ലേശ്വരി ആയിരുന്നു. വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനായ കർണ മല്ലേശ്വരി ആയിരുന്നു. മേരി കോം ഒരു ബോക്സറാണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് പങ്കെടുത്തിട്ടുള്ള മെഡൽ കിട്ടിയിട്ടുള്ള ഒരു ബോക്സറാണ് മേരി കോം. ഇപ്പോൾ രാജ്യസഭാ അംഗം കൂടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മലയാള സിനിമയുടെ പിതാവ് ആരാണ്? JC ഡാനിയൽ ആണ്. JC ഡാനിയൽ ആണ് മലയാള സിനിമയുടെ ഫാദർ ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് ചോദിച്ചാൽ JC ഡാനിയൽ ആണ്. ഇദ്ദേഹത്തിന്റെ ജീവിതം പരാമർശിക്കുന്ന ഒരു സിനിമ മലയാളത്തിൽ കമൽ സംവിധാനം ചെയ്തൊരു സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ സെല്ലുലോയിഡ് ആണ്. JC ഡാനിയലിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ സിനിമ. അപ്പോൾ ഈ 50 ക്വസ്റ്റ്യനും അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.